ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ചിലരുടെ മനസ്സു ദുഷിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നീട് ആര് എന്തൊക്കെ ചെയ്തിട്ടും പറഞ്ഞിട്ടും കൺവിൻസ് ചെയ്തിട്ടും ശരി കാര്യമില്ല. കാരണം അവരുടെ ഉള്ളിലേക്ക് യാതൊന്നും കേറില്ല. പ്രവാചകൻ തന്നെ പഠിപ്പിച്ച ഒരു വാക്യമുണ്ട്: ഒരു മനുഷ്യൻ നന്നാകണമെങ്കിൽ അവന്റെ ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട്, അത് നന്നാകണം. അത് നന്നായാൽ മനുഷ്യൻ പൂർണ്ണമായും നന്നായി, അത് നശിച്ചാൽ മനുഷ്യൻ പൂർണ്ണമായും നശിച്ചു. അല വഹിയൽ കൽബ്, അതത്രേ ഹൃദയം. മനുഷ്യന്റെ മനസ്സിൽ കുടിലമായിട്ടുള്ള ചിന്താഗതികൾ, മറ്റുള്ളവരെ നശിപ്പിക്കണം, തകർക്കണം എന്ന പകയും വിദ്വേഷവും ഒരാളോടുള്ള അന്ധമായിട്ടുള്ള വൈരാഗ്യവുമാണ് മനസ്സിനെ, കർമ്മങ്ങളെ മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ അവരുടെ ചിന്താഗതികളിൽ ഒരിക്കലും ശുദ്ധി നമ്മൾ പ്രതീക്ഷിക്കരുത്, നടക്കില്ല. നമ്മൾ കണ്ടതാണ് ബംഗ്ലാദേശില് വലിയ രൂപത്തിൽ ഒരു ക്യാമ്പയിൻ രൂപപ്പെട്ടത്. സംവരണ വിരുദ്ധ പ്രക്ഷോഭമായി തുടങ്ങിയെങ്കിലും പിന്നീട് അത് ഹിന്ദു വംശഹത്യയായി രൂപപ്പെട്ടു. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ബംഗ്ലാദേശിനെ ഹൈന്ദവ മുക്തമാക്കും എന്ന് മുദ്രാവാക്യവും മുഴക്കിയാണ് രംഗപ്രവേശം ചെയ്തത്. അങ്ങനെ മനുഷ്യരെന്ന് നോക്കാതെ അവരോട് ചെയ്ത ക്രൂരതകളൊക്കെ കണ്ടവരാണ് നമ്മൾ. എന്നിട്ടും നമ്മൾ മറന്നില്ല ഹമാസ് ഭീകരർ ഇസ്രായേലി വനിതകളോട് ചെയ്തത്, ഇസ്രായേലി കുരുന്നുകളോട് ചെയ്തത്. ചെറിയ മക്കളെ അല്ലാഹു അക്ബർ എന്ന് വിളിച്ച് ജീവനോട് കുഴിച്ചു മൂടിയത് നമ്മൾ മറന്നിട്ടില്ല. കോഴിയോടും പശുവിനോടും ഒക്കെ ചെയ്യുന്നത് പോലെയുള്ള ക്രൂരതകൾ ആ പൈതലുകളോട് ചെയ്ത് കശാപ്പ് ചെയ്തതും അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ വിളിച്ചതും നമ്മൾ ആരും മറന്നിട്ടില്ല. രക്ഷപ്പെട്ട യുവതി പറയുന്നു, എന്റെ കുതികാലവരെടുത്തു, ഭക്ഷണം പോലും തന്നില്ല. ദയവ് ചെയ്തവരെ മനുഷ്യർ എന്ന് പറയരുത് എന്നാണ് പറഞ്ഞത്. ഒരു യസീദി പെൺകുട്ടി അവളുടെ വേദനയേറിയ അനുഭവം വിവരിക്കുമ്പോൾ പറഞ്ഞു, 9 വയസ്സുള്ള എന്റെ കുഞ്ഞനിയത്തിയുടെ മുകളിൽ നിന്നും 90-കാരൻ ഇറങ്ങുന്നില്ല. അവളെ എനിക്ക് കാണാൻ പോലും സാധിക്കുന്നില്ല. എൻ്റെ കൺമുമ്പിൽ വെച്ചിട്ട് എൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഒക്കെ അവര് നിഷ്കരുണം വധിച്ചു. ഒരു മനസാക്ഷിയുമില്ലാതെ മറ്റുള്ളവരുടെ വേദന തൻ്റെ വേദന പോലെയാണ് എന്ന് കണക്കാക്കാൻ ഇവർക്ക് സാധിക്കാതെ പോകുന്നു. ഒരുപാട് മൃഗങ്ങളോട്, പക്ഷികളോടൊക്കെ ഇവർ ചെയ്ത ക്രൂരതകൾ കണ്ടതാണ് നമ്മൾ. മനുഷ്യരോട് ചെയ്യാൻ ഒരു മടിയുമില്ലാത്തവർ പിന്നെ പക്ഷിമൃഗാദികളെയൊക്കെ അവർ വെറുതെ വിടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാനോ? ഷെയ്ഖ് ഹസീനയുടെ പതനത്തിന് ശേഷം ബംഗ്ലാദേശിൽ മതമൗലികവാദികളുടെ ആക്രമണങ്ങൾ തുടർച്ചയായി വർദ്ധിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ. നിരവധി ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടു. ഉന്നത സ്ഥാനത്ത് നിന്ന് പല ഹിന്ദുക്കളും രാജിവെക്കേണ്ടി വന്നു. നിർബന്ധിച്ച് ഔദ്യോഗിക തലങ്ങളിലിരുന്ന അധ്യാപകരടക്കമുള്ള ആളുകളെ, പോലീസ് സേനയിൽ ഉണ്ടായിരുന്ന ആളുകളെ നിർബന്ധിപ്പിച്ച് രാജിവെപ്പിക്കുകയായിരുന്നു ചെയ്തത്. ഇപ്പോൾ ഹിന്ദുക്കളോടുള്ള വിദ്വേഷം കാരണം മിണ്ടാ പ്രാണികളായ ഒന്നിനെയും ഇവർ വിടുന്നില്ല. ആനയോട് വരെ ഇസ്ലാമിസ്റ്റുകൾ തീർക്കുന്ന പകയുടെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യത്തിന്റെ വീഡിയോസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻ്റെ എതിരായി പോകുമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ആ വീഡിയോ കാണിക്കാത്തത്. ക്രൂരതയാണ് അവർ ചെയ്യുന്നത് മൃഗങ്ങളോട്. എന്തുകൊണ്ടാണ്? പശുവിനോടൊക്കെ ചെയ്യുന്നത് പറയാനില്ലാത്ത ക്രൂരതകളാണ്. എതിർക്കാൻ കഴിയില്ലല്ലോ, മിണ്ടാപ്രാണി. ഇവരാണോ കാരുണ്യത്തിന്റെ മതം പഠിപ്പിക്കുന്നവർ, പരിശീലിപ്പിക്കുന്നവർ? ബംഗ്ലാദേശ് ഹിന്ദു കമ്മ്യൂണിറ്റി എന്ന ട്വിറ്റർ അക്കൗണ്ടിൽ നിന്നാണ് ദൃശ്യം പങ്കുവച്ചിരിക്കുന്നത്. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷങ്ങളുടെയും മൃഗങ്ങളുടെയും ഒക്കെ സുരക്ഷയെക്കുറിച്ച് ആശങ്കകൾ വർദ്ധിച്ചു വരികയാണ്. കുമില്ലയിൽ ആനകളെ ദുരുപയോഗം ചെയ്യുന്നതിന്റെ ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നിർഭാഗ്യവശാൽ UN ഉൾപ്പെടെയുള്ള ആഗോള സംഘടനകൾ സ്കൂൾ വിഷയങ്ങളിൽ നിസ്സംഗത പുലർത്തുന്നതായി തോന്നുന്നു എന്നാണ് വീഡിയോയ്ക്കൊപ്പം പോസ്റ്റിൽ പറയുന്നത്. കാരണം UN ആണെങ്കിൽ ഇസ്രായേൽ എന്ത് ചെയ്യുന്നു എന്ന് നോക്കാനാണ് UN-ന് ഏറെ ധൃതി. കാരണം എതിർഭാഗത്തുള്ളത് ഹമാസ് ആണല്ലോ. അതുകൊണ്ട് അവർക്കൊരു രൂപത്തിലുമുള്ള ബുദ്ധിമുട്ട് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് UN എല്ലാ സമയത്തും നിലനിന്നിട്ടുള്ളത്. ബംഗ്ലാദേശിനെതിരെ ഒന്നും പറയാൻ, അവരുടെ വേദനയിൽ പങ്കുചേരാൻ ഒരു സംഘടനയ്ക്കും സാധിക്കാതെ പോകുന്നു. വീഡിയോ കണ്ട്
അമേരിക്കൻ ആക്ടിവിസ്റ്റായ ആമി ലെക്കാകട്ടെ ഇസ്ലാമിക ബംഗ്ലാദേശിൽ ജിഹാദികൾ ആനയെ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ഒരു ഭയാനകമായ വീഡിയോ പ്രചരിക്കുന്നുണ്ടെന്നും ദയവായി അത് എനിക്ക് അയക്കുന്നത് നിർത്തണമെന്നും പറഞ്ഞൊരു പോസ്റ്റ് ചെയ്തു. അത്തരം തിന്മകൾ കാണുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. ഇസ്ലാമിന്റെ ക്രൂരതയിൽ നിന്ന് രക്ഷപ്പെട്ട ഏതെങ്കിലും ഒരു ജീവിയുണ്ടോ? അവർ ചോദിക്കുക. മനുഷ്യരാകട്ടെ, മൃഗങ്ങളാകട്ടെ, പക്ഷികളാകട്ടെ, സസ്യലതാദികളാകട്ടെ ഒന്നും ഒഴിവാക്കപ്പെടുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് അവരൊരു കുറിപ്പ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ പറയാൻ എത്ര പേർക്ക് ധൈര്യമുണ്ടാകും എന്നത് വേറെ ഒരു വിഷയം തന്നെയാണ്. തിന്നാനുമില്ല, കുടിക്കാനുമില്ല, ഉടുക്കാനുമില്ല, കിടക്കാനും പറ്റുന്നില്ല, അന്ധകാരവും. എന്നാലും അന്യമത വിരുദ്ധത സിരകളിലൂടെ ഓടിക്കൊണ്ടിരിക്കുന്നു. പല തവണകളിലായി ഇന്ത്യ ഇവർക്ക് മുന്നറിയിപ്പ് നൽകിയെങ്കിലും യൂനിസ് സർക്കാർ വീണ്ടും ജമാഅത്തെ ഇസ്ലാമിയെ അഴിച്ചു വിട്ടിരിക്കുകയാണ്. ബംഗ്ലാദേശില് അരി നയതന്ത്രവുമായി ഇന്ത്യ മുന്നോട്ട് പോകുന്നതിന് പിന്നാലെ ഒറ്റ കാര്യമേ ഉള്ളൂ. ഇന്ത്യ അവരെ സഹായിക്കുന്നതിന് പിന്നിൽ ഇന്ത്യക്ക് അതിൻ്റെതായിട്ടുള്ള ചില താല്പര്യങ്ങളുണ്ട്. ബംഗ്ലാദേശിലെ 7.9% വരുന്ന ഹിന്ദുക്കളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യ ബാധ്യതപ്പെട്ട രാജ്യമാണ്. വലിയ വായിൽ ഇന്ത്യയെ വെല്ലുവിളിക്കുന്ന ബംഗ്ലാദേശിന്റെ പക്കൽ ജനങ്ങൾക്ക് കൊടുക്കാൻ അരി പോലുമില്ല എന്നത് പരിതാപകരമാണ്. പട്ടിണിയിലേക്ക് തലകുത്തി വീഴുന്ന അരാജകത്വത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശിനെ രക്ഷിക്കാൻ ഇന്ത്യ നൽകിയത് 50,000 ടൺ അരിയാണ്. എന്തിനാണ് ഇത്രയേറെ ഇന്ത്യയെ ശ്വാസം മുട്ടിച്ച ഒരു രാജ്യത്തിനെ അരി നൽകി സഹായിക്കുന്നത് എന്ന ചോദ്യം ഉയർത്തുമ്പോൾ അരി നൽകുന്നതിന് ബംഗ്ലാദേശ് സർക്കാരിന് മുമ്പിൽ ചില വ്യവസ്ഥകൾ വച്ചിട്ടുണ്ട് എന്ന് ഇന്ത്യ പറയുന്നു. അവിടുത്തെ ഹിന്ദുക്കളെ ഉപദ്രവിക്കരുത്. ബംഗ്ലാദേശിൽ ഇപ്പോൾ 1.31 കോടി ഹിന്ദുക്കളാണുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി വിഭാഗം നടത്തിയ അക്രമത്തിൽ നിരവധി ഹിന്ദു കുടുംബങ്ങളും ആക്രമിക്കപ്പെട്ടു, ക്ഷേത്രങ്ങൾ തകർത്തു. എന്നിട്ടും ഇന്ത്യ മൗനം പാലിച്ചതും ഈ ഹിന്ദു കുടുംബങ്ങളുടെ ക്ഷേമമോർത്തിട്ടാണ് എന്ന് ഇന്ത്യ ഓർമ്മിപ്പിക്കുന്നു. അവിടെ ഹിന്ദുക്കളോ സിഖുകാരോ ബുദ്ധരോ ധാരാളമായി ഇല്ലായിരുന്നെങ്കിൽ കുറെ കൂടി ആക്രമണോത്സുകമായിട്ടുള്ള നിലപാട് ഇന്ത്യക്ക് എടുക്കാൻ സാധിക്കുമായിരുന്നു. അതാണ് ഇന്ത്യയെ വിമർശിച്ച മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിനോടും ഇന്ത്യ കാണിച്ചത്. മാലദ്വീപിന് പകരം ടൂറിസ്റ്റുകൾ ലക്ഷദ്വീപിൽ പോകാൻ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി ആഹ്വാനം ചെയ്തതോടുകൂടി ടൂറിസം കൊണ്ട് ജീവിച്ചിരുന്ന മാലദ്വീപിന് കഞ്ഞുകൂടി മുട്ടി. അധികം വൈകാതെ തന്നെ മാലിദ്വീപ് മാപ്പ് പറഞ്ഞു തിരിച്ചു വന്നു. ഇന്ത്യയെ ശക്തമായി വിമർശിച്ചിരുന്ന മുഹമ്മദ് മൊയ്സു ഇന്ത്യയിൽ പ്രധാനമന്ത്രി ഞങ്ങളെ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ഭാര്യയും ഒത്തുവന്ന് ഇന്ത്യയുമായി വീണ്ടും മാപ്പ് പറഞ്ഞ് ടൈപ്പായി. ഭാര്യ സമേതമാണ് ഇന്ത്യയിലേക്ക് 4 ദിവസം തങ്ങിയത് മൊയ്സു. പക്ഷേ മാലിദ്വീപിനോട് എടുത്തതുപോലെയുള്ള കടുത്തമായിട്ടുള്ള നിലപാട് ബംഗ്ലാദേശിനോട് ഇന്ത്യക്ക് സാധിക്കുന്നില്ല. കാരണം അവിടുത്തെ ഹിന്ദു സമുദായം തന്നെയാണ് അടിച്ചവനെ തിരിച്ചടിക്കുക എന്ന സാധാരണക്കാരന്റെ യുക്തിക്കപ്പുറമാണ് നയതന്ത്രത്തിന്റെ യുക്തി. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ സൈന്യം ഓടിച്ചപ്പോൾ ഇന്ത്യ അഭയം നൽകി. ഷെയ്ഖ് ഹസീനയെ വിചാരണയ്ക്കായി വിട്ടുകൊടുക്കണമെന്ന് ബംഗ്ലാദേശിലെ കെയർടേക്കർ പ്രധാനമന്ത്രിയായി മുഹമ്മദ് യൂനിസ് ആവശ്യപ്പെട്ടപ്പോഴും ഇന്ത്യ മൗനം പാലിച്ചു. ബംഗ്ലാദേശിൽ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായ ഇസ്കോൺ ക്ഷേത്രങ്ങൾ ആക്രമിക്കപ്പെട്ടപ്പോഴും മുൻ ഇസ്കോൺ പ്രവർത്തകനായ സ്വാമി ചിന്മോയ് കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചപ്പോഴും ഇന്ത്യ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കരുത് എന്ന് അഭിപ്രായപ്പെടുക മാത്രമാണ് ചെയ്തത്. പകരം അന്താരാഷ്ട്ര ഏജൻസികൾ വഴി ബംഗ്ലാദേശ് ഭരണാധികാരികളുടെ മേൽ സമ്മർദ്ദം ചെലുത്തുക എന്ന വഴിയാണ് ഇന്ത്യ തെരഞ്ഞെടുത്തത്. ഇതിന്റെ ഭാഗമായി ഐക്യരാഷ്ട്രസഭയും US-ഉം ബ്രിട്ടനും എല്ലാം ബംഗ്ലാദേശിന് മേൽ ശക്തമായിട്ടുള്ള സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. ഹിന്ദുക്കളെ ഉപദ്രവിക്കരുത് എന്ന ആവശ്യമാണ് അവർ ബംഗ്ലാദേശ് സർക്കാരിനോട് ആവശ്യപ്പെടുന്നത്. ചെറിയ ഒരു രാജ്യമായ ബംഗ്ലാദേശിന് എന്തിനും ഏതിനും ഇന്ത്യ ഇല്ലാതെ നിലനിൽക്കാൻ കഴിയില്ല. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഇസ്ലാമിക ശക്തികൾ നമുക്കറിയാം അവരേത് രൂപത്തിലാണ് ഇന്ന് ഇന്ത്യക്കെതിരെ തിരിയുന്നതെന്ന്. ജമാഅത്തെ ഇസ്ലാമി ഇന്ത്യയിലും ഇതുപോലെ തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവര് ഭരണത്തിലെത്തിയതിന്റെ പേരിൽ മാത്രമാണ് ഇന്ത്യക്ക് ഇതൊക്കെ സഹിക്കേണ്ടി വരുന്നത്. ഇത്രയൊക്കെ ഇന്ത്യക്ക് നേരെ നെറുകേട് കാണിച്ചിട്ടും 50,000 ടൺ അരി ഇന്ത്യ ബംഗ്ലാദേശിന് നൽകിയത് പക്വതയാർന്ന നയതന്ത്രത്തിന്റെ ഭാഗമാണ്. ബംഗ്ലാദേശിലുള്ള 1.31 കോടി ഹിന്ദുക്കളെ ഉപദ്രവിക്കരുതേ എന്ന് മാത്രമാണ് ഇന്ത്യക്ക് അവരോട് പറയാനും ഉണ്ടായിരുന്നത്. നന്ദി.